ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റാറ്റിക്സിൽ നിന്നുള്ളതാണ്. ഓക്കെ, എ ജെറ്റ് എൻജിൻ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ്. ഓക്കെ, ജെറ്റ് എൻജിൻ അറിയാമല്ലോ, അതെന്തിൻ്റെ കൺസെപ്റ്റ്, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ? ജെറ്റ് എൻജിൻ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അല്ലേ? ലീനിയർ മൊമെൻറ്റം എന്താണ്? എം ഇൻറ്റു വി അല്ലേ? എം ഇൻറ്റു v1 minus m into u1 minus u2 is equal to m into v1 minus v2. ഇതാണ് എന്താണ്? കൺസർവേഷൻ ഓഫ് v1 minus v2. ഓക്കെ, ഇതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ജെറ്റ് എൻജിൻ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എസ്കേപ്പ് വെലോസിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഈസ്. എർത്തിൻ്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ അതിന് എത്ര വെലോസിറ്റി വേണം? അതെന്ന് പറയുന്നത് എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 33 ടൈംസ് ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് ആണ്. സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരും? 343 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അത് ഇൻറ്റു 33 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിനെ കിലോമീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പം നമുക്ക് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ ബോഡി വിച്ച് ഓഫേഴ്സ് റിലക്റ്റൻസ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. എന്താണ്? നമ്മൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ അല്ലേ, ഇനേഷ്യ. ഓക്കെ, ദ ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ ബോഡി വിച്ച് ഓഫേഴ്സ് റിലക്റ്റൻസ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ആണ് പറയുന്നത് എന്ത്? ഇനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലോ the state of rest or motion of a rigid body is unaltered if a force acting on a body is replaced by another force of same magnitude and direction but acting anywhere on the body along the line of action of replaced force is known as. അതായത് ഈ ഫോഴ്സ് എന്താണ്? ഈ ലോ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏത് ലോയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മൾ ഒരു ബോഡി കൺസിഡർ ചെയ്യുക. The state of rest or motion of a rigid body is unaltered if a force acting on the body, അതിനകത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ ഫോഴ്സ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആക്ടിങ് എനിവെയർ ഓൺ ദ ബോഡി അലോങ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് റീപ്ലേഡ് ഫോഴ്സ്. അപ്പോൾ ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. ഓക്കെ, ഈ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ വേറെ എവിടെയെങ്കിലും ആക്ട് ചെയ്താലും അതിൻ്റെ എഫക്റ്റ് സെയിം ആയിരിക്കും. അങ്ങനെ പറയുന്ന ലോ ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്. ലാമീസ് തിയറം നമുക്കറിയാമല്ലോ. ഇങ്ങനെ 3 ഫോഴ്സസ്, അതിനിടയിലുള്ള ആംഗിൾസും വരുന്ന സൈൻ വരച്ചിട്ടുള്ള റിലേഷനാണ് ലാമീസ് തിയറം. ന്യൂട്ടൺസ് തേർഡ് ലോ അറിയാം, ഡിഎലംബർട്ട് പ്രിൻസിപ്പിൾ അറിയാം. ഓക്കെ, അപ്പം ഇതെന്തൊക്കെ ഈ പ്രിൻസിപ്പിൾസും ലോസും ഒക്കെ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന ലോ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്. ഓക്കെ, ഇനി അടുത്തത് ദ SI യൂണിറ്റ് ഓഫ് കോൺസ്റ്റൻറ്റ് ഓഫ് ഗ്രാവിറ്റേഷൻ ഈസ്. നമുക്കറിയാം അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? F is equal to G into m1 into m2 ഡിവൈഡഡ് ബൈ r² എന്നാണ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ എന്ത് വരും? നമ്മളോട് ചോദിച്ചേക്കുന്നത് ജിയുടെ എന്താണ്? യൂണിറ്റ് എന്താണെന്നാണ്. അപ്പോൾ എഫിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ഈ r² ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? r എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ ആണ് എന്ത്? കോൺസ്റ്റൻറ്റ് ഓഫ് ഗ്രാവിറ്റേഷൻ്റെ യൂണിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എ 100 kilogram weight is suspended by 2 strings of length 6 cm and 8 cm each. ഓക്കെ, ഒരു 100 kilogram വെയിറ്റ് നമ്മളൊരു 6 cm ഉള്ള സ്ട്രിങ് കൊണ്ടും 8 cm ഉള്ള സ്ട്രിങ് കൊണ്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. ഫ്രം പോയിന്റ്സ് ഓഫ് സെയിം ഹൊറിസോണ്ടൽ ലെവൽ, അതായത് സെയിം ഹൊറിസോണ്ടൽ ലെവൽ, ഇത് രണ്ട് സെയിം ലെവലിലാണ് വരുന്നത്. ആൻഡ് ദേ ആർ 10 centimeters apart. ഈ രണ്ട് ലെവൽസ് എത്രയാണ്? 10 centimeter മാറിയിട്ടാണ് ഇരിക്കുന്നത്. ദ ടെൻഷൻ ഇൻ ദ ഷോർട്ടസ്റ്റ് സ്ട്രിങ് ഈസ്, അതായത് ഈ 6 cm ഉള്ള സ്ട്രിങ്ങിലെ ടെൻഷനാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. ലാമീസ് തിയറം അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതെന്ന് പറയുന്നത് 100 kilogram ഡിവൈഡഡ് ബൈ ഈ ആംഗിൾ. ഓക്കെ, ഈ ആംഗിൾ എന്ന് പറയുമ്പം ഇത് 6ഉം 8ഉം അല്ലേ വരുന്നത്. അപ്പോൾ 6ഉം 8ഉം വരുമ്പോൾ എത്ര വരും? ഓപ്പോസിറ്റ് സൈഡ് 10ഉം ആണ്. അപ്പോൾ അതെന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ ഈ ആംഗിൾ എത്ര വരും? 90 ഡിഗ്രി വരും. അതെ, 100 kilogram ഡിവൈഡ് ബൈ സൈൻ 90 നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി ടി ഡിവൈഡഡ് ബൈ ഈ ആംഗിൾ വരും. ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ എത്ര വരും? സൈൻ ഓഫ് ഈ, നമുക്കിങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ 180 മൈനസ് ബീറ്റ എന്ന് വരും. സൈൻ 180 മൈനസ് ബീറ്റ എന്ത് വരും? 180 മൈനസ് ബീറ്റ ആകുമ്പോൾ സൈൻ ബീറ്റ തന്നെ വരും അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് വരും? സൈൻ ബീറ്റ എന്ന് വന്നു. ഓക്കെ, നമുക്ക് ഇനി ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? സൈൻ 90 1 ആണ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു സൈൻ ബീറ്റ എന്ന് കിട്ടും.
അല്ലേ? അപ്പം സൈൻ ബീറ്റാനെ നമുക്ക് എന്നെ എഴുതാം? സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു കോസ് 90 മൈനസ് ബീറ്റ എന്ന് എഴുതാം, അല്ലേ? കോസ് 90 മൈനസ് ബീറ്റ. നമുക്ക് കോസ് ബീറ്റയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. 3 സൈഡ്സ് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ഉണ്ടെങ്കിൽ കോസ് ബീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയാം. ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2bc. ഈ ഇക്വേഷൻ ഇട്ട് കഴിയുമ്പം നമുക്ക് ഇതിൻ്റെ സൈഡ്സ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. 8 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 × 8 × 10. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 80 കിലോഗ്രാം എന്ന് കിട്ടും. അതായത് ഈ ടെൻഷനിൻ്റെ സ്ട്രിങ് എത്രയാണ്? ഷോർട്ട് സ്ട്രിങ് എത്രയാണ്? 80 കിലോഗ്രാം. ഓക്കെ, ക്യൂ ബി ആണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ. ദ മൊമെന്റ് ഓഫ് എ ഫോഴ്സ് ഈസ് ഈക്വൽ ടു. ഒരു ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന എന്താണ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സം ഓഫ് മൊമെന്റ് ആക്ടിങ് ഓൺ എ ബോഡി ആണോ? ദ വെർട്ടിക്കൽ സം ഓഫ് മൊമെന്റ്സ് ആക്ടിങ് ഓൺ എ ബോഡി ആണോ? ദ ഓൾജിബ്രിക് സം ഓഫ് മൊമെന്റ്സ് ഓഫ് കമ്പോണൻസ് ഓഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ആണോ? നൺ ഓഫ് ദ എബവ് ആണോ? ഏതാ? ദ ഓൾജിബ്രിക് സം ഓഫ് ദ മൊമെന്റ്സ് ഓഫ് കമ്പോണൻസ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി. അതായത് ഈ ഫോഴ്സിനെ നമ്മൾ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മൊമെന്റ്സിൻ്റെ സം എടുക്കുന്നതാണ് എന്ത്? മൊമെന്റ് ഓഫ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Moment of a force about an axis is equal to sum of moments of its component about the same axis. ഈ തിയറം ഇതിനെന്താണ് പറയുന്നത്? ഈ തിയറത്തിൻ്റെ പേരെന്താണ് ചോദിച്ചിരിക്കുന്നത്? അതാണ് എന്ത്? വാരിഗൺസ് തിയറം. വാരിഗൺസ് തിയറം എന്താണ്? വാരിഗൺസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വാരിഗൺസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഡിഫറെൻ്റ് ആക്കിയിട്ട് 4 ഓപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പം വാരിഗൺസ് തിയറം എന്താണെന്ന് ഓർക്കണം. മൊമെന്റ് ഓഫ് എ ഫോഴ്സ് അബൌട്ട് ആൻ ആക്സിസ് ഈസ് ഈക്വൽ ടു സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഇറ്റ്സ് കമ്പോണന്റ് അബൌട്ട് ദ സെയിം ആക്സിസ്. ഓക്കെ, വാരിഗൺസ് തിയറവും പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഒക്കെ ഇതുപോലൊക്കെ ചോദിക്കാം.